ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിലെ മറ്റൊരു പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും ഞങ്ങൾ പറയുന്നത് പോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. മനോഹരമായ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് സമീപം രാജഗിരി ഹോസ്പിറ്റലിന് സമീപത്തായി. നമുക്ക് കാണാം വീടിൻ്റെ ബാക്ക് വശത്തായി രാജഗിരി ഹോസ്പിറ്റൽ. ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമാണ് ഈ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വരുന്നുള്ളൂ. അങ്ങനെയുള്ള ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ കാമാങ്കോയിറ്റായുള്ള മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും റോഡ് വരുന്ന ഒരു കോർണർ പ്ലോട്ടിലാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. രണ്ട് സൈഡും റോഡ് വരുന്ന നല്ല അത്യാവശ്യം നമുക്കിവിടെ ഒരു പ്രൈവസി എല്ലാം ഈ സൈഡും അതുപോലെ മറ്റ് വീടിൻ്റെ മുൻവശത്തും പ്രൈവസി എല്ലാം ലഭിക്കുന്നുണ്ട്. 3 വീടുകളാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ പണി ഏകദേശം കഴിയാറെയായി. വീടിൻ്റെ മുൻവശത്തെല്ലാം കടുപ്പാക്കല്ലുകൾ വിരിച്ച് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം ഇട്ട് നൽകുന്നതാണ്. വീടിൻ്റെ മുൻവശത്തെ റോഡ് ഇൻ്റർലോക്ക് ചെയ്തും നൽകുന്നതാണ്. നല്ല ഭംഗിയിൽ നിർമ്മിച്ച ഒരു ബോക്സി മോഡലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നു. 3 സെൻറ്റ് 600 ലെങ്സിലാണ് കേട്ടോ ഈ വീട് വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീട് തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ് കേട്ടോ. 2 പാളികളിലുള്ള മെയിൻ ഡോറ് വീടിന് നൽകിയിരിക്കുന്നു. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായ രീതിയിലാണ് ഈ ലിവിങ് സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് പഴയ വീടുകളെ ഓർമ്മിപ്പിക്കും വിധം ഒരു മച്ച് രൂപത്തിലാണ് ഇതിൻ്റെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ ഫിനിഷിൽ വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. TV യൂണിറ്റ് എല്ലാം മൾട്ടിവുഡ് മെറ്റീരിയൽസിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഡൈനിങ് സ്പേസും ലിവിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. അതിനെല്ലാം മൾട്ടിവുഡ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഫാൻ BLDC ഫാൻ നൽകിയിട്ടുണ്ട്. നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസ്. ഒരു 8 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. സ്പോട്ടിംഗ് ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഒരു വാഷ് ഏരിയ, കോമൺ വാഷ് ഏരിയ, ടേബിൾ ടോപ്പ് വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി യൂണിറ്റും മറ്റു സാമഗ്രികൾ വയ്ക്കാനുള്ള പ്രത്യേക സ്പേസ് എല്ലാം അവൈലബിൾ ആണ്. ഒരു ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഏരിയ നൽകിയിരിക്കുന്നത്. സീലിംഗ് BLDC ഫാൻ നൽകിയിട്ടുണ്ട്. 3 ഫേസ് കണക്ഷനാണ് കേട്ടോ ഈ വീടിന് നൽകിയിരിക്കുന്നത്. ലഗ്രാൻഡ് സ്വിച്ചസുകളും അതുപോലെ LCB ഇതെല്ലാം ലഗ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ഒരു വലിയ വിൻഡോ വരുന്നുണ്ട്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ കൗണ്ടറിലായി കട്ട്ലറി ക്രോക്കറികൾ വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകിയിരിക്കുന്നു. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നേരെ കിച്ചണിലേക്ക് വന്നാൽ ഒരു ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ മനോഹരമായ കിച്ചൺ ക്യാബിനറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ കൗണ്ടറെല്ലാം മനോഹരമായ രീതിയിലാണ് ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. അതിൽ സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ടോ. മാത്രമല്ല കിഴക്കോട്ടാണ് ഇവിടുത്തെ ബേണർ വയ്ക്കുന്ന ഒരു ദിക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്തായി ചെറിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് അത് ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വടക്ക് കിഴക്ക് മൂലയിലായി കിണറും നൽകിയിരിക്കുന്നത്. വീണ്ടും വാട്ടർ സോഴ്സിനായി വരുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷനെല്ലാം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. കൂടാതെ ഫ്ലഡ് ബാധിക്കാത്ത 2018-19 കാലഘട്ടങ്ങളിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയാണ്. ധാരാളം വെള്ളം കുടിക്കാനും അതുപോലെ വെള്ളം അധികം വരാത്ത, അതായത് ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ്. നല്ലൊരു ലൊക്കേഷൻ. ഇവിടുത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം വിൻഡോകളെല്ലാം നൽകി ഈ ഒരു ഭാഗത്തൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് മറ്റൊരു വിൻഡോയും രീതിയിൽ തന്നെയാണ് മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിരിക്കുന്നു. 10 അടി വീതിയും 12 അടി നീളവുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു കിങ് സൈസ് ബെഡിനുള്ള സ്പേസ് ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ വലിയൊരു വിൻഡോ നൽകിയിരിക്കുന്നു. വാൾഡ്രോബ് സൗകര്യം ഈ ഒരു ഭാഗത്തായി ഒതുങ്ങിയ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ആഷ് കളറിലാണ്, ആഷ് ആൻഡ് കോഫി ബ്രൗൺ കളറിലാണ് ഇവിടുത്തെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഈ ബാത്റൂമിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടാലോ. ഫസ്റ്റ് ഫ്ലോർ ഈ ഒരു സ്പേസിൽ നിന്നാണ് ഇവിടുത്തെ സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് റെയിലിനായി GI സ്കോട്ടും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും യൂസ് ചെയ്തിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. സൈഡ് വശങ്ങളിൽ പർഗോളകളെല്ലാം ചെയ്ത് വെളിച്ചം എപ്പോഴും ലഭിക്കുന്ന ഒരു വിധത്തിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു സ്റ്റഡി ടേബിളെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയ ഈ ലിവിങ് സ്പേസിന് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിലേക്ക് ഒരു എൻട്രി വരുന്നുണ്ട്. നല്ല നീളത്തിലൊരു ബാൽക്കണിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാൻഡ് റെയിലിനെ ടഫും ഗ്ലാസും വുഡും നൽകുന്നതാണ്. ഇവിടെ നിന്ന് ബെഡ്റൂമിലേക്ക് ഒരു എൻട്രി വരുന്നു. മനോഹരമായ ബെഡ്റൂം, ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിനും 10 അടി വീതിയും 12 അടി നീളവുമാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനുകളെല്ലാം നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ഒരു ബാത്റൂമും ഇവിടെ സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളൊക്കെ നൽകി മനോഹരമാക്കിയിരിക്കുന്നു. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ ദൂരവും, ആലുവ ടൗണിലേക്ക് 6 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 200-250 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. കൂടാതെ പെരുമ്പാവൂർ ഭാഗത്തേക്ക് ആലുവ, കാക്കനാട്, കിഴക്കമ്പലം, പുക്കാട്ടുപടി, എയർപോർട്ട് സൈഡിലേക്ക് ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. 10 അടി വീതിയും 12 അടി നീളവുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂമിലാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമും ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. 3 ബെഡ്റൂമുകൾ കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസും ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ യൂട്ടിലിറ്റി സ്പേസും കവേർഡായി സെക്യൂർഡായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം യൂട്ടിലിറ്റി സ്പേസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതാണ്ട് 3.25 സെൻറ്റിന് അടുത്ത് ഒറിജിനൽ ലാൻഡിൽ 1600ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീട് തൊട്ടടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരമാണ് വരുന്നുള്ളത്. ഈ വീടിന് ചോദിക്കുന്ന വില 70 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും നൽകട്ടെ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.